സുഖങ്ങളെല്ലാം ഇന്ന് സ്വന്തമാക്കാൻ താങ്കളുടെ കയ്യിൽ കാശുണ്ട്, സന്തോഷം. അത് കാശ് കൊടുത്ത ചന്തയിൽ കിട്ടൂല. ബിസിനസ് പാർട്ട് ടൈം അല്ല. ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് സ്ലീപ്പ് യുവർ ബിസിനസ്. സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ് മാനാണ്, പക്ഷേ സിനിമയിൽ അത് പരാജയപ്പെട്ടോ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അന്ന് രാത്രി ഞാനും ഭാര്യയും കൂടി ഡിസൈഡ് ചെയ്തു ഇത് വേണ്ട. ഇപ്പം നിങ്ങൾ പറയണില്ല, ടീം ഷെയർസ് മൈ ഡ്രീം. സോറി ബ്രോ, ടീം വോൺ സാലറി ഓൾസോ. അതെ, വെൻ ദേ ഗെറ്റ് ദ സാലറി ഓൺ ടൈം ദേ ഷെയർ യുവർ ഡ്രീം. പൊതുവെ പറയുന്നത് റിസ്ക് എടുത്തവൻ മാത്രമേ വിജയിക്കുള്ളൂ എന്നല്ലേ? റിസ്ക് എടുത്ത എല്ലാവരും വിജയിച്ചിട്ടുണ്ടോ? ഇല്ല. ഐ വിൽ ഇൻവെസ്റ്റ് ഫുൾ എമൗണ്ട് ഇൻ ക്യാപിറ്റൽ ആൻഡ് സ്റ്റാർട്ട് ദ ബിസിനസ്. അപ്പം ഞാൻ ചോദിക്കും, നീ എങ്ങനെ സാലറി? ഐ വിൽ ഡു ബിസിനസ്. സോറി ബ്രദർ. പണം സമ്പാദിക്കുക എന്നുള്ളതാണോ, ആ സമ്പാദിച്ച പണം കൈകാര്യം ചെയ്യുന്നതാണോ ഏറ്റവും വലിയ റിസ്ക്? പുള്ളിയാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ച ബിസിനസ്സിൽ. അപ്പോൾ പുള്ളി ആ പൊതി തുറന്ന് സ്വർണം, ഗോൾഡ്. കോൺഫിഡൻറ്റ് എന്നുള്ള പേര് വാഷ്റൂമിൽ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോഴാണ് ഈ പേര് കോയിൻ ചെയ്തത്. അതിൽ ഏറ്റവും പീസ്ഫുൾ സ്ഥലം നമുക്ക്. അതെ, രണ്ടെണ്ണം മേടിച്ച് വെച്ച തരിശു ഭൂമിയിലാണ് ഇന്ന് ബാംഗ്ലൂർ എയർപോർട്ട് കിടക്കുന്നത്. അതെ, 6,000 രൂപ സെന്റിന്. ഇന്ന് എത്ര എന്നൊരു വില? 12 കോടി. ഇറ്റ് ഈസ് 200 ടൈംസ്. CJ റോയ് മലയാളിയല്ലേ? സെയിൽസ്മാൻ വന്ന് പറഞ്ഞു, നീ ഈ കാർ മേടിക്കോ? ഇറക്കി വിട്ടു. 7 കളറിൽ 7 കാറ്. Monday 1, Tuesday 1, Wednesday 1. ഞാൻ എല്ലാ കാറും മേടിച്ചു. അപ്പൊ നെക്സ്റ്റ് എന്താണ്? അന്നത്തെ ബ്രാൻഡ് ന്യൂ ഫ്ലൈറ്റാണ് ഞാൻ മേടിച്ചത്, കടമില്ലാതെ. റിയാലിറ്റി ഷോ. അപ്പോൾ ആൻഡ് പറഞ്ഞു സ്റ്റാർ സിംഗർ. അങ്ങനെ ആൻഡ് എന്നോട് 5 ലക്ഷം രൂപയാണ് ഫസ്റ്റ് പ്രൈസ് ചോദിച്ചത്. 40 ലക്ഷം രൂപ ഞാൻ തരാൻ പറ്റും, നിങ്ങൾ പാട്ട് പാടൂ, ഫ്ലാറ്റ് നേടുന്നു. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഇവനാരാണ്? ഇവനും പാട്ടിന് എന്ത് സംബന്ധം? ഞാൻ കരയില്ല. ഐ വിൽ നോട്ട് ഡു എനിത്തിങ്. ഞാൻ പങ്കുച്ച് കളിക്കും. ഐ വിൽ ബി വെരി ഹാപ്പി. അങ്ങനെ എന്താണ് ഇനി ബക്കറ്റ് ലിസ്റ്റിലുള്ളത്? ഡ്രം ലിസ്റ്റ് വരെ കഴിഞ്ഞു, ഒന്നുമില്ല. ഒരുപക്ഷെ ഇതുപോലുള്ളൊരു പോഡ്കാസ്റ്റ് ലോകത്തിലെ എല്ലാ മുന്തിയ വാഹനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും. ഒരു മുഖവരയ്ക്കും ആവശ്യമില്ലാത്ത ഒരു വ്യക്തി, തൻ്റെ സ്വപ്നങ്ങളെല്ലാം കഠിനാധ്വാനത്തിലൂടെ വെട്ടിപ്പിടിച്ച വ്യക്തി, സാക്ഷാൽ കോൺഫിഡന്റ് റോയ് അഥവാ ഡോക്ടർ CJ റോയ്. നമസ്കാരം. നമസ്കാരം അരുൺ. ഒരുപാട് നാളായി അറിയാം, അകലെ നിന്ന് താങ്കളെ പഠിച്ചിട്ടുണ്ട്, താങ്കളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട് പല വീഡിയോസിലൂടെയും. പക്ഷെ ഞാൻ കാണുമ്പോൾ സംസാരിക്കുന്നത് കന്നഡയിലാണ്. CJ റോയ് മലയാളിയല്ലേ? CJ റോയ് പിന്നെ എന്തിനാണ് കന്നഡയിൽ സംസാരിക്കുന്ന ഒരു സംശയം കുറെ നാളായി. എന്തുകൊണ്ടാണ് അങ്ങനെ കന്നഡ സംസാരിക്കുന്നത്? ഞാൻ ജനിച്ചതും വളർന്നതും ബാംഗ്ലൂരിലാണ്. So when I communicate with the Insta followers in Bangalore, then I speak in obviously Kannada. So but I can speak all the languages. ഒരു മനുഷ്യൻ എപ്പോഴാണ് മുതലാളിയാവുന്നത്? അദ്ദേഹം ബിസിനസ് നടത്തി അത് സക്സസ് ആവുമ്പോഴാണോ, അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറച്ച് ആൾക്കാർ ജോലി ചെയ്യുമ്പോഴാണോ, ഇതിനൊക്കെ അപ്പുറം അദ്ദേഹം ആഗ്രഹിച്ച സ്വപ്നങ്ങളെല്ലാം കൈപ്പിടിയിൽ ഒതുക്കുമ്പോഴാണോ? എപ്പോഴാണ് ഒരാൾ മുതലാളിയാവുന്നത്? എനിക്ക് തോന്നുന്നത് നമുക്കൊരു മുതലാളിയുടെ ഒരു ഫീലിംഗ് വന്നാൽ തകർച്ച തുടങ്ങും. ഓക്കെ, അതാണ് എൻ്റെ ഫീലിംഗ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മുതലാളി സ്ഥാനം എത്തിയാൽ അതൊരു ഈഗോസ്റ്റിക് പൊസിഷനാണ്, അല്ലേ? ഞാനൊരു മുതലാളി, മറ്റുള്ള എല്ലാവരും തൊഴിലാളി, അല്ലേ? ആ ഒരു ഫീലിംഗിലേക്ക് ഞാൻ പോയിട്ടില്ല. ബിക്കോസ് ഐ ലൈക്ക് ടു ബി ഇൻവോൾവ് വിത്ത് ദ ടീം. എന്നെ നിങ്ങൾ പുറത്ത് കാണുന്നത് ഒരു വേറെ മുഖമാണ്. അതെ, ഞാൻ ടോട്ടലി മറ്റൊരു മുഖമാണ്. ഇപ്പൊ സിമ്പിളായിട്ട് എടുക്കുക, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട്. എനിക്കൊരു ക്യാമറമാൻ ഇല്ല. എൻ്റെ ക്ലീനിങ് ബോയ് ആണ് എൻ്റെ വീഡിയോ എടുക്കുക, എൻ്റെ ഡ്രൈവറാണ് എൻ്റെ വീഡിയോ. പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ കാലത്താണ് നമ്മളിരുന്ന് സംസാരിക്കുന്നത്. കാരണം നമ്മൾ കൂടെ സഞ്ചരിക്കും, യാത്ര ചെയ്യുമ്പോൾ പിറകിൽ നമ്മൾ അറിയാതെയൊക്കെ ഒപ്പിയെടുക്കുന്ന ഒരു കാലത്തിലൂടെ പോകുമ്പോൾ സ്വന്തമായിട്ട് ക്യാമറമാനും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു സോഷ്യൽ മീഡിയ ഡിപ്പാർട്ട്മെന്റ് എനിക്കില്ല. എന്നോട് ഒരാൾ വന്ന് ചോദിച്ചു, ദാറ്റ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെ പറ. ഞാൻ പറയും, ഹെഡുമില്ല ടെയിലുമില്ല, ഇവിടെ ഒന്നുമില്ല. ഞാനൊരു സിംഗിൾ മാൻ ആർമിയാണ്. അപ്പോൾ ഐ ലൈക്ക് ടു കീപ് അബ്രസ്റ്റ് വിത്ത് എവറിത്തിങ്. ഇന്നത്തെ ടെക്നോളജി, നാളത്തെ ടെക്നോളജി, ഐ ലൈക്ക് ടു സ്പെൻഡ് ടൈം, ടച്ച്, ഫീൽ ആൻഡ് ഡു ഇറ്റ്. ഈ മെക്കാനിക്കൽ എഞ്ചിനീയർ എങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലേക്ക് എത്തുന്നത്? എൻ്റെ അമ്മയ്ക്ക് ഒരു ഹോബി ഉണ്ടായിരുന്നു, ചെറിയ പ്ലോട്ട് വാങ്ങിയിട്ട് വീട് കെട്ടി വിൽക്കുക. ഓക്കെ, അമ്മ SSLC ആയിരുന്നു. അമ്മയുടെ കാലത്ത് SSLC ഈസ് എ ബിഗ് ക്വാളിഫിക്കേഷൻ. ബ്ലഡിലുണ്ട് ബിസിനസ്, ബ്ലഡിലുണ്ടായിരുന്നു. അമ്മ സ്ട്രോങ് ബിസിനസ് മാൻ, ഇപ്പോഴും ഉണ്ട് അമ്മ. അപ്പൊ ഞാൻ അമ്മയുടെ അക്കൗണ്ടന്റ് ആയിരുന്നു. അമ്മയുടെ അക്കൗണ്ടന്റ് ആയിരുന്നു ചെറിയ പ്രായത്തിൽ? ഒരു 10-12 വയസ്സോളോ. അപ്പൊ എനിക്ക് കുട്ടിക്കാലത്ത് ഇങ്ങനെ കളിക്കേണ്ട ആ ഒരു ഫ്രീഡം കിട്ടിയിട്ടില്ല.
അപ്പോൾ എപ്പോഴും അമ്മയുടെ കൂടെ അപ്പൻ്റെ കൂടെ ഒന്നിലും ബിസിനസ്സിലായിരിക്കും ഇതിലായിരിക്കും. അപ്പോൾ ഈ കൂടെ പോകുമ്പോൾ അമ്മയ്ക്കൊരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ഇത്ര കോൺക്രീറ്റ്, ഇത്ര സ്റ്റീൽ, അതെല്ലാം അമ്മ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ അമ്മയുടെ നോക്കേണ്ടത് ഇതെങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അമ്മ ഇത് കെട്ടി വെക്കുമ്പോൾ നല്ലൊരു പ്രോഫിറ്റും വരും. ഞാനല്ല അക്കൗണ്ടന്റ്, അപ്പം എനിക്കറിയാലോ. ഏത് വർഷത്തെ കാര്യം പറയുന്നു? ഇത് എനിക്കൊരു 12 വയസ്സുണ്ട്, 13 വയസ്സ്. ഐ എം ടോക്കിംഗ് അബൌട്ട് 42-43 ഇയേഴ്സ് ബാക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലായി ദാറ്റ് ദർ ഈസ് ഗുഡ് പ്രോഫിറ്റ് ഇൻ ദിസ് ബിസിനസ്. ഓക്കെ, പക്ഷേ ദെൻ ഐ വാണ്ടഡ് ടു ബി പ്രൊഫഷണലി വർക്കിംഗ് സംവെയർ ആൻഡ് ദെൻ ഗെറ്റ് ഇൻ ടു സം ബിസിനസ്. അങ്ങനെയാണ് ഐ വർക്ക്ഡ് ഫോർ HP ഫ്രം 1990 to 1997. I was heading the planning function. So what has to be manufactured is decided by the planner. So the planning department decides on which day what to produce. That's a very tough job, but very respected job. So I was in HP. I did this for 7 years. Then I wanted to get into business. Now HP lo a policy undarnu that their core business, if you are not doing, they'll give you permission to do part-time business. അപ്പോൾ അവർക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു, there should be an opportunity for people to become entrepreneur. അപ്പോൾ എൻ്റെ ബോസിനോട് ഞാൻ പോയി പറഞ്ഞു, ഞാൻ റിയൽ എസ്റ്റേറ്റ് തുടങ്ങാം. ബോസ് തുടങ്ങിക്കോന്നുകൊണ്ട് പെർമിഷൻ തന്നു. ഈ സെൻഡ് ടു ദി ഹെഡ് ഓഫീസ്. ദേ സെഡ് ഓക്കെ സ്റ്റാർട്ട്. 30 സെൻറ്റിൻ്റെ ഒരു സ്മോൾ ലാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് എൻ്റെ ആദ്യത്തെ അപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് 30 സെൻറ്റിലാണ് ഞാൻ തുടങ്ങിയത്. അതാ ഞാൻ പറഞ്ഞു 30 സെൻറ്റിൽ നിന്ന് 1000 ഏക്കറിലേക്ക് എത്തി. അപ്പോൾ ഈ 30 സെൻറ്റ് തുടങ്ങിയപ്പോൾ ആദ്യം ഇതിന് നല്ലൊരു ഒരു ടോപ്പ് ആർക്കിടെക്റ്റ് ഒന്നും കിട്ടില്ലല്ലോ. ഒരു ഫ്രണ്ട് ഒരു ആർക്കിടെക്റ്റ് ഉണ്ടായിരുന്നു, അത് ഡിസൈൻ ചെയ്തു, സാങ്ഷൻ കിട്ടി, ലോഞ്ച് ചെയ്തു. ഒരാൾ വന്നു ഇത് മേടിക്കാൻ, അറിയാലോ. അപ്പോൾ ഹോം ഓഫീസാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരിപ്പുണ്ട്. ബയറെത്തി ഒരു മലയാളിയായിരുന്നു. പുള്ളി വാസ് വർക്കിംഗ് ഇൻ അസ്ട്രോഫിസിക്സ്. അപ്പോൾ പുള്ളി വന്ന് എല്ലാം കണ്ട് പുള്ളി പറഞ്ഞു, ഞാൻ നാളെ വന്ന് അഡ്വാൻസ് തരാമെന്ന്, കാശ്. അന്ന് രാത്രി ഞാനും ഭാര്യയും കൂടി ബുക്കിംഗ് ഫോമൊക്കെ റെഡിയാക്കി. ഇതൊരു തട്ടിക്കൂട്ടിയ സെറ്റപ്പ് ആയിരുന്നു. ഹോം ഓഫീസൊക്കെയാണ്. അപ്പം എൻ്റെ കൂടെ ജോലി എടുക്കുന്ന 2 അസിസ്റ്റന്റ്മാരാണ് എൻ്റെ അസിസ്റ്റന്റ്മാർ പിടിയും. അപ്പോൾ നമ്മൾ സ്റ്റൈലിൽ ഇവിടെ ഗെറ്റ് മി ദ പെൻ, ഗെറ്റ് മി ദ സ്റ്റേപ്ലർ. അപ്പോൾ നമ്മളൊരു ഓഫീസിന്റെ ഫീലിംഗ് ആണെന്ന്. അപ്പോൾ ഇവരും പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു HP പാർട്ട് ടൈം ജോലി ചെയ്യാൻ. അങ്ങനെ ഗെറ്റ് മി ദ പെൻ, പേപ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതൊക്കെ ഒരു സീൻ കാണിക്കണ്ടേ. അങ്ങനെ ഫസ്റ്റ് ബിസിനസ്. അപ്പോൾ ഈ ജെന്റിൽമാൻ പറഞ്ഞു ഞാൻ നാളെ വരാം അഡ്വാൻസ് ആയിട്ട്. അപ്പോൾ ഞങ്ങൾ രാത്രിയൊക്കെ ബുക്കിംഗ് ഫോമൊക്കെ ഉണ്ടാക്കി എല്ലാം ഫുൾ സ്റ്റൈലായിട്ട്. നെക്സ്റ്റ് ഡേ പുള്ളി വന്നു. പുള്ളി ഒരു മറ്റേ ബുദ്ധിജീവി പോലെ സൈഡിലൊരു ബാഗും ഒരു തിക്ക് ഗ്ലാസ് ഉണ്ടല്ലോ, അങ്ങനെ കയറി വന്നേ. എല്ലാം ഫില്ല് ചെയ്തു. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, ക്യാഷ് ആണോ, ചെക്കാണോ, DD ആണോ? എനിക്ക് DD ആവാൻ ചാൻസ് ഇല്ല, ബിക്കോസ് he didn't take my company. അപ്പോൾ ക്യാഷോ ചെക്കാണോ? അപ്പോൾ പുള്ളി പറഞ്ഞു ഇത് മൂന്നും അല്ല. അപ്പോൾ ഭാര്യ അകത്ത് പോയി ചായ ഉണ്ടാക്കാൻ പോയിരിക്കുകയാണ്. ഗസ്റ്റ് അല്ല പുള്ളി, കസ്റ്റമർ കൂടിയല്ലേ. അപ്പോൾ തിരിച്ചു വന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെന്താ? അപ്പോൾ പുള്ളി ബാഗിൽ നിന്ന് ഒരു പൊതി എടുത്ത് പുറത്ത് വയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു പൊതി, റൗണ്ട് പൊതി. അതെന്തായിരിക്കും എന്ന് പറഞ്ഞ്, ക്യാഷും അല്ല ചെക്കും അല്ല, എന്തായിട്ടും കോയിനായിട്ട് വരില്ലല്ലോ. പുള്ളിയാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ച ബിസിനസ്സിൽ. അപ്പോൾ പുള്ളി ആ പൊതി തുറന്ന് സ്വർണം, ഗോൾഡ്. ഓക്കെ, ഈ പൊതി വെച്ചപ്പോൾ ഞാൻ കിച്ചണിലേക്ക് ഓടി. ഞാൻ ഭാര്യ പറഞ്ഞു ഇതൊരു മെന്റൽ കേസ് ആയിരിക്കും, ഇത് പ്രാന്തനം തോന്നെ, അതായിരിക്കും ഇങ്ങനത്തെ ഒരു പൊതി വെച്ച് ബുക്കിംഗ് വന്നേക്കണ. അപ്പോൾ ഭാര്യയും കൂടി വന്നു ഞങ്ങൾ. അപ്പോൾ പുള്ളി തുറന്ന് പുള്ളി ഒരു സ്നേഹപൂർവ്വം പറഞ്ഞു ഇതെൻ്റെ ഭാര്യയുടെ സ്വർണ്ണമാണ്. അയ്യോ. അപ്പോൾ നമുക്കൊരു ഈ മാർവാടി എന്ന് പറയും, ഇത് വീട് എന്നുള്ള ഒരു ആഗ്രഹം സ്വന്താക്കാൻ. മാർവാടിന്ന് നമ്മുടെ മലയാളത്തിൽ എന്ത് പറയുന്നത്, മറ്റേ പലിശ കൊടുക്കുക, സ്വർണം വെച്ചിട്ട് പലിശ കൊടുക്കില്ലേ. ആ ഒരു ആളുടെ അടുത്ത് ഇത് നിങ്ങൾ വെച്ചോളൂ, എന്നിട്ട് കാശ് എടുത്ത് അഡ്വാൻസ് ഇട്ട് എടുത്തോളാം. ഞാൻ ഈ ഭാഗത്ത് HP ഒരു വൈറ്റ് കോളർ ജോബാണ്, എനിക്ക് നല്ല കാറും എല്ലാം ഉണ്ട്. ഓക്കെ, ഞാനും പണം പലിശക്ക് കൊടുക്കണം, തേടി പോകാം. മാർവാടി എന്ന പേര്, നിങ്ങളും നോക്കിക്കോളൂ. ഞാൻ പുതിയതായിട്ട് ബാംഗ്ലൂർക്ക് വന്നിരിക്കുക. അല്ല, ഞാൻ പറഞ്ഞു രണ്ടുപേർക്കും തേടാം. അന്ന് രാത്രി ഞാനും ഭാര്യയും കൂടി ഡിസൈഡ് ചെയ്തു ഇത് വേണ്ട. നമ്മൾ ഒരു വീട് എന്ന് പറഞ്ഞ സ്വപ്നമാണ്. ഈ സ്വപ്നത്തിന് പുള്ളി ഭാര്യയുടെ സ്വർണം പണയം വെച്ചിട്ടാണ് മേടിക്കുന്നത്. അന്ന് രാത്രി സംരംഭം ക്ലോസ് ചെയ്തു. ഞാൻ പറഞ്ഞു പ്രോജക്റ്റ് ക്ലോസ് ചെയ്തു. അല്ല, ഞാൻ പറഞ്ഞു എന്ന് ഞാൻ ജോലി റിസൈൻ ചെയ്ത് എനിക്ക് ജോലി ഇല്ലാതെ ആ ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ ചെയ്യണ ആ ദിവസം ഞാൻ ലോഞ്ച് ചെയ്യും.
ഈ ഒരു പാർട്ട് ടൈം ജോബായിട്ട് നിങ്ങൾ നോക്കൂ, ആ പ്രോജക്റ്റ് സക്സസ് അല്ലെങ്കിൽ എനിക്ക് HP ജോലിയുണ്ട്. അതെ. ഒരു മെസ്സേജ് നിങ്ങളുടെ വ്യൂവേഴ്സിന് കൊടുക്കാനുള്ളത്, ബിസിനസ് പാർട്ട് ടൈം അല്ല. നിങ്ങൾ യു ഷുഡ് ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് സ്ലീപ്പ് യുവർ ബിസിനസ്. എന്ന് വെച്ചാൽ ദാറ്റ് ഷുഡ് ബിക്കം പാർട്ട് ഓഫ് യുവർ ലൈഫ്. ഇറ്റ് ഷുഡ് ബി യു. നിങ്ങൾ അതും ടോട്ടലി ഡിപ്പെൻഡ് ആവണം. യു ഷുഡ് ബി ടോട്ടലി റെഡി ടു ഡെഡിക്കേറ്റ് യുവർ സെൽഫ്. അങ്ങനെ 94 ഈ സംരംഭം ക്ലോസ് ചെയ്തു. പിന്നെ 97 ഞാൻ HP റിസൈൻ ചെയ്ത് എൻ്റെ MBA കഴിഞ്ഞ് ഞാൻ ഈ HP റിസൈൻ ചെയ്തപ്പോൾ എൻ്റെ കൊളീഗ്സിനോട് പറഞ്ഞിരുന്നു, ഇനിയൊരു ജോലിക്ക് ഞാൻ ചേരില്ല. I was a blue-eyed boy. Now all the HP guys also, were my colleagues also, will tell that I was the best. എൻ്റെ കേഡറിൽ I used to get the first promotion, first increment, everything. അപ്പം ഞാൻ ജോലി ഇട്ടപ്പോൾ എൻ്റെ ഭാര്യ മാത്രം സപ്പോർട്ട് ചെയ്തത്. നാട്ടുകാരെല്ലാം പറഞ്ഞു, ഇവൻ്റെ ജോലി പോയി കാണും. അതായിരിക്കും HP വിട്ട് റിയൽ എസ്റ്റേറ്റിനെ പറ്റി സംസാരിക്കുന്നത്. അന്നൊരു റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റ്സ് നോട്ട് സ്ട്രക്ചേർഡ് ബിസിനസ്. അതെ. ബാംഗ്ലൂരിൽ തുടങ്ങിയ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പിന്നീട് കേരളത്തിലേക്ക് മാറുന്നത്, കേരളത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഒരു ഫെയിലിയർ സക്സസ് ആക്കിയ സ്റ്റോറിയാണ്. ബാംഗ്ലൂരിലെ നിങ്ങൾക്ക് നേരെ എടുത്തിട്ട് ഒരു ബിൽഡിംഗ് കെട്ടാൻ പറ്റില്ല. പ്ലാനിങ് അതോറിറ്റി ഉണ്ട്, BMRD എന്ന് പറഞ്ഞ അതോറിറ്റി. ഇവരെന്ത് ചെയ്തു? ദ സ്റ്റേറ്റ് ഗവൺമെൻറ് കെയിം ഔട്ട് വിത്ത് റൂൾ സെയിങ് ദാറ്റ് ഇനി 1 year ഒരു പ്ലാൻ സാങ്ഷനും കൺവേർഷനും കൊടുക്കില്ല എന്ന്. അപ്പോൾ നോർമലി ഒരു ആൻട്രപ്രണർ എന്ത് ചെയ്യും? അതെ, പൂട്ടിപ്പോണ സിറ്റുവേഷൻ, പൂട്ടി പരിപാടി അവസാനിപ്പിക്കും. വി ആർ ഓൺലി 3 months ഓൾഡ്. അപ്പോഴാണ് ഈ അടി കിട്ടുന്നത്. ആരായാലും പൂട്ടി വീട്ടിൽ പോയിണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോൾ കാക്കനാടിൽ ഒരു പീസ് ലാൻഡ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, കൊച്ചിയിൽ. അന്ന് കാക്കനാട് ഒന്നുമില്ല. പിന്നെ മരടിൽ ഒരു പീസ് ലാൻഡ് ഉണ്ടായിരുന്നു, ഈ 2 പീസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ എന്തായാലും പണിയില്ല, അപ്പോൾ നമുക്ക് എന്തായാലും കേരളത്തിൽ പോയി ട്രൈ ചെയ്യാം. ഇൻഫോ പാർക്കോ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് കാക്കനാട് തന്നെ കാലങ്ങൾക്ക് മുമ്പ് ആ സ്ഥലം മേടിച്ചിടാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ചീപ്പായിരുന്നു, ചെറിയ വിലക്ക് കിട്ടി. അപ്പോൾ എൻ്റെ ഒരു ഇഗ്നോറൻസ് ആണ് കേരളത്തെ പറ്റിയിട്ട്. അപ്പോൾ കാക്കനാട് വാസ് മൈ പ്രോപ്പർട്ടി. അപ്പോൾ അവിടെ കൊണ്ടുപോയി ലോഞ്ച് ചെയ്തു. ഓക്കെ, ഇറ്റ് വാസ് കോൾഡ് കോൺഫിഡൻറ്റ് കെപ്പല. ഡെവലപ്പേഴ്സൊക്കെ പറഞ്ഞു ഇതൊക്കെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ, എൻ്റെ അങ്കിൾ തന്നെ പറഞ്ഞു എന്നോട്, എല്ലാവരും പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്നവർക്ക് മഷ്റൂമാണ്, അതൊക്കെ വെയിൽ വന്ന ഉണങ്ങിപ്പോവും. എന്നോട് ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് എടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണോ, അപ്പോൾ നമുക്കതൊന്ന് ഇനിയൊന്ന് ചെയ്ത് അടങ്ങുമോ? അങ്ങനെ ഈ കാക്കനാട് ഞങ്ങൾ ഡിസൈൻ ചെയ്തു. 100 ഫ്ലാറ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആലോചിച്ച്, നാട്ടിൽ എന്തെങ്കിലും വിൽക്കാൻ പറ്റില്ല, കാക്കനാടാണ്, ആരും മേടിക്കില്ല. എന്തായാലും ആർക്കും അറിയാത്തൊരു ലൊക്കേഷൻ കൂടി, നിങ്ങൾ പറഞ്ഞ കാടാണ്. അപ്പോൾ ഞങ്ങൾ അയച്ച് ദുബായിൽ കൊണ്ടുപോയി ലോഞ്ച് ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ ദുബായിലേക്ക് വന്നു, ഒരു റോഡ് ഷോ നടത്തി. ഓക്കെ, ലേ മെറിഡിയൻ. ഏത് വർഷം ഇത്? 2007, 2006 എൻ്റെ. നിങ്ങൾക്കറിയാം എത്ര എണ്ണം വിറ്റു എന്നറിയോ? ഒരു 19 എണ്ണം. വട്ടം 0, ഒന്നുമില്ല, 0. അവിടെ അടി. സ്റ്റാഫെല്ലാം വിചാരിച്ചു ഇപ്പോൾ സാറ് അപ്സെറ്റ് ആവും. എൻ്റെ വീട്ടിലൊരു മീറ്റിംഗ് എല്ലാം വിളിച്ചു കൂട്ടി. ഇനി നിങ്ങളെത്തും, ഞാൻ കുറച്ച് ഷോർട്ട് ടെമ്പേർഡാണ്, ഫോർ തിങ്സ് ഗോ റോങ്. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗഫാർ വന്നു. ഞാനപ്പോൾ ഗഫാറിനെ ഹഗ് ചെയ്ത് ഞാൻ പറഞ്ഞു, എൻ്റെ ആർക്കിടെക്റ്റ് ഉണ്ട്, രേവതി എന്ന് പറഞ്ഞ ലേഡിയാണ്. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ദുബായിൽ പോയി, 0 സെയിലാണ്, നമുക്ക് ആ പ്രോജക്റ്റ് കോലഫ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും സന്തോഷം, കോലം ഇനി റീഡിസൈൻ ചെയ്യൂ. 201 ഫ്ലാറ്റ് വെച്ച് ആ കിടത്തിന് പിരിപ്പിറുക. സാധനം എന്ത് വട്ട് പിടിച്ചു. ഞാൻ പറഞ്ഞു, വിൽക്കാത്ത സാധനം ഡബിൾ ആക്കൂ. ഒരു ഫെയിലിയർ വന്നാൽ അതിൽ നമ്മൾ വി ഷുഡ് നോട്ട് ഫീൽ ബാഡ്. അതിൽ ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്ത് അത് നമ്മൾ സക്സസ് ആക്കണം. അപ്പോൾ എല്ലാവരും അയച്ചു, സാറിനെ വട്ട് പിടിച്ചു. എൻ്റെ ജോലി എന്താണെന്നറിയോ, ഞാൻ എന്താ ഈ 201 ചെയ്തതെന്ന് വെച്ചാൽ, ഐ വോണ്ടഡ് ടു കീപ് ദ പീപ്പിൾ മോട്ടിവേറ്റഡ്, ടു ഫീൽ ദറ്റ് ദ ചെയർമാൻ നോസ് സംതിങ്. എനിക്ക് സത്യത്തിൽ ഒന്നും, എനിക്കൊരു പ്ലാനും വലിയ പിടിയില്ല എന്താ വേണ്ടതെന്ന്. ഹാഡ് ഗോൺ ടു മുംബൈ. അപ്പം നിങ്ങളുടെ പഴയ ഏഷ്യാനെറ്റ് ഉണ്ടല്ലോ, ഏഷ്യാനെറ്റിൽ നമ്മുടെ ആൻഡോ പുത്തിരി ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ആരും ഏഷ്യാനെറ്റിൽ റിയൽ എസ്റ്റേറ്റ് അഡ്വർടൈസ്മെന്റ് കൊടുക്കാറില്ല, ഏത് ചാനലും കൊടുക്കാറില്ല. ഞാനാണ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, എനിക്ക് തോന്നി ഈ ഒരു അഡ്വർടൈസ്മെന്റ് ഷുഡ് ബി ത്രൂ TV. അപ്പോൾ നിങ്ങളുടെ ഏഷ്യാനെറ്റ് ബാൻഡ് വാസ് സെയിം. നിങ്ങൾക്ക് 2 ബാൻഡ് ഉണ്ടായിരുന്നില്ല, ഇന്ത്യ ബാൻഡ് ആൻഡ് ദുബായ് ബാൻഡ് സെയിം, മിഡിൽ ഈസ്റ്റ്. അപ്പോൾ എനിക്ക് തോന്നി ഓരോ വീടും മിഡിൽ ഈസ്റ്റിൽ എത്തണമെങ്കിൽ
TV ആയിരിക്കും ബെസ്റ്റ് അപ്രോച്ച്. അല്ലെങ്കിൽ നിങ്ങൾ പല ന്യൂസ് പേപ്പറിൽ നിങ്ങൾ പോകണം. അപ്പോൾ ആൻഡോട് മീറ്റ് ചെയ്തപ്പോൾ ആൻഡോ പറഞ്ഞു ഇതിൽ ഞാനൊരു സീരിയൽ തരാം. അപ്പോൾ എനിക്ക് മദറിലെ ഡോട്ടറിലെ ഇത് അമ്മായിമ്മയുടെ മരുമോളുടെ പ്രോഗ്രാം എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഞാനൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനി, എനിക്കൊരു റിയൽ പ്രോഡക്റ്റ് വേണം, റിയാലിറ്റി ഷോ. അപ്പോൾ ആൻഡോ പറഞ്ഞു സ്റ്റാർ സിംഗർ. അപ്പോൾ ആൻഡോ പറഞ്ഞു കഴിഞ്ഞ കൊല്ലം അത്രയൊന്നും TRP ഇല്ലാത്ത സാധനമുണ്ട്, അത് വേണമെങ്കിൽ എടുത്തോളം പറഞ്ഞു. പക്ഷെ അതിൽ വലിയ കാര്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അങ്ങനെ ആൻഡോ എന്നോട് 5 ലക്ഷം രൂപയാണ് ഫസ്റ്റ് പ്രൈസ് ചോദിച്ചത്. ഓക്കെ, അവിടെ വെച്ച് ഞാൻ ആൻഡോണ്ട് പറഞ്ഞില്ല 40 ലക്ഷം രൂപ ഞാൻ തരാമെന്ന്. അങ്ങോട്ട് 5 മതി എന്ന് പറയുമ്പോൾ അങ്ങോട്ട് 40 തരാമെന്ന്. അപ്പൊ തന്നെ ആൻഡോ പോയിട്ട് പുള്ളിയുടെ സീനിയറെ വിളിച്ചു, എങ്കിലും വട്ടുണ്ടാന്ന് ചോദിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു വേണം. അപ്പൊ ആൻഡോ തിരിച്ചു വന്നിട്ട് പിന്നെയും എൻ്റെ അടുത്ത് അപ്സെറ്റായി. ഞാൻ ആക്കിയതാണോ അങ്ങനെ തന്നെ പൂവാക്കിയതാണോ? എനിക്ക് ആ വേർഡ് അന്നാണ് ഞാൻ പഠിച്ചത്. ഇത് വേണ്ടായിരുന്നു. ഞാൻ നമ്മുടെ നാട്ടുകാരനെ ചോദിച്ചു പറഞ്ഞ് നിങ്ങൾ എന്നെ എൻ്റെ ബോസിൻ്റെ അടുത്തും എന്നെ ചീത്ത വിളിപ്പിച്ചല്ലോ. അപ്പം ഞാൻ സീരിയസ് ആണ്, 40 ലക്ഷത്തിൻ്റെ ഫ്ലാറ്റ് ഞാൻ തരാമെന്ന്. അപ്പോൾ ആൻഡോ ചോദിച്ചു റിയൽ അല്ലേ, ഊവാക്കല്ലോ നിങ്ങൾ പറഞ്ഞല്ലേ. പിന്നെയും പോയിട്ട് പുള്ളിയുടെ ബോസെ വിളിച്ചു, ശരിക്കും പറഞ്ഞതാണെന്ന്. അപ്പോൾ പുള്ളി ബോസ് ഒരു ഈ റോയ് ആരാന്നറിയില്ല, കോൺഫിഡൻ്റ് ആരാന്നറിയില്ല, എന്തായാലും ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി വാങ്ങിച്ചോളൂ സിഗ്നേച്ചർ. അങ്ങനെ വൈറ്റ് പേപ്പറിൽ ഞാൻ സൈൻ ഇട്ടു. പിന്നെ അവർ കോൺട്രാക്റ്റ് അയച്ചു തന്നു. ഈ ഒരു സ്നേഹം അന്ന് ഞാൻ 5 ചോദിച്ച 40 കൊടുത്തുള്ളൂ. ഞാനായിരുന്നു ഐഡിയ സ്റ്റാർസിൻ്റെ അന്നത്തെ ബ്രാൻഡ് അംബാസഡർ. അപ്പോൾ ഞാനൊരു ലിമോസിനിൽ വരും, നിങ്ങൾ പാട്ട് പാടൂ, ഫ്ലാറ്റ് നേടുന്നു. അപ്പോൾ ആൾക്കാർ ചോദിക്കും ഇവനാരാണ്, ഇവനും പാട്ടിന് എന്ത് സംബന്ധം? ഒരു 20 പ്രാവശ്യം ഞാൻ വരാണ്ട് ഒരു ദിവസം, 20-25 പ്രാവശ്യം ടിവിയിലൂടെ വരും. അവർക്ക് സ്നേഹപൂർവ്വം. അങ്ങനെ ഞാനൊരു ഐഡൻറ്റിഫൈഡ് പേഴ്സണായി, കോൺഫിഡൻ്റ് ഒരു ഐഡൻറ്റിഫൈഡ് ബ്രാൻഡായി. ഓക്കെ, അന്ന് 40 ലക്ഷത്തിൻ്റെ ഫ്ലാറ്റ് അനൗൺസ് എനിക്ക് തോന്നി 5 ലക്ഷം കൊടുത്ത് ആരും നോക്കില്ല. ബിക്കോസ് പ്രീവിയസ് ഇയറും 5 ലക്ഷം കൊടുത്തിട്ടുണ്ട്. 5 എത്ര കൊടുത്തത് എനിക്കറിയില്ല, 5 എന്നോട് പറഞ്ഞു. അപ്പോൾ സഡനായിട്ടൊരു ഞെട്ടിക്കൽസ് ഇല്ലേ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ, 40 ലക്ഷം ഇയാൾ ആരാണ്, കോൺഫിഡൻ്റ് എന്താണ്? ഓവർനൈറ്റ് വി ബിക്കേം എ ബ്രാൻഡ്. ഗഫാർ തിരിച്ചും ദുബായിലേക്ക് വന്ന് റോഡ് ഷോ നടത്തി. ഓക്കെ, ഗഫാർ ഇസ് എൻ എക്സ്ട്രീംലി കേപ്പബിൾ പേഴ്സൺ. ഈ ട്രിപ്പിൽ എത്ര വിറ്റു എന്നറിയും? 100 എണ്ണം വിറ്റു. ബ്രാൻഡ് ആൾക്കാരിലേക്ക് എത്തി, ഈ പ്രോഗ്രാമിലൂടെ എത്തി. 100 ഫ്ലാറ്റ് വാസ് സോൾഡ് ഇൻ 3 days. 3 മാസം മുമ്പ് പൂജ അടിച്ച ആൾക്കാരാണ്. അന്ന് എൻ്റെ സ്റ്റാഫിന് മനസ്സിലായി ഇയാളുടെ ഇന്റൻഷൻ വേറെയാണ്. 100 എണ്ണം ഞാൻ വിറ്റു, അതിൻ്റെ അഡ്വാൻസ് കിട്ടാൻ തുടങ്ങി. 100 എണ്ണം എൻ്റെക്ക് സ്റ്റോക്ക് ഇരിപ്പാണ്. അപ്പോൾ ഈ 100 എണ്ണം സെയിലായപ്പോൾ അതിൻ്റെ ഫണ്ട് ഫ്ലോ സ്റ്റാർട്ടഡ് കമ്മിങ്. പിന്നെ എൻ്റെ ഒരു സിംഗിൾ ഡിസിഷൻ ടു മേക്ക് 200 ഇനി ഒരു 100 ഫ്ലാറ്റ് ആയിട്ട് ഫോർ സെല്ലിങ്. പിന്നെ ഒന്നുണ്ടായിരുന്നല്ലോ 201. അതെ, 3. അത് നജീബ് അർഷദിന് വിന്നറായിട്ട് പ്രൈസും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറി ഒരു കംപ്ലീറ്റ് ഫെയിലിയർ എന്നാണ് കംപ്ലീറ്റ് സക്സസ് ആക്കി മാറ്റിയെടുത്തത്. അടച്ചു പൂട്ടി പോവേണ്ടവനാണ് തിരിച്ച് ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് വന്ന് അവിടെയും പരാജയപ്പെട്ടു വീണ്ടും. അതെ, നമ്മളെല്ലാം ഈ മറിഡ് ഡെമോളിഷൻ കേട്ടിട്ടുണ്ടല്ലോ. അതെ, സത്യം പറഞ്ഞാൽ മറിഡിലത്തെ ഏറ്റവും വലിയ പ്രോജക്റ്റ് എൻ്റെ ആയിരുന്നു. അതൊരു 5 ഏക്കർ പ്രോപ്പർട്ടി ആയിരുന്നു, ഒരു ഹൈ എൻഡ് അപ്പാർട്ട്മെന്റ് ആയിരുന്നു. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റ് ആയ ഒരു മൊമെന്റും കൂടിയാണ്. ദുബായിൽ തന്നെ ലോഞ്ചിൽ തന്നെ ഞങ്ങൾക്കൊരു 75 ഫ്ലാറ്റ് സെയിലായി, വെരി ഹൈ എൻഡ്. പഞ്ചായത്തിന് അപ്രൂവലും കിട്ടി, പണിയും തുടങ്ങി, പൈലിങ്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് ആരോ വന്ന്, ഞാൻ ബാംഗ്ലൂരുകാരനാണ്, അപ്പം ബാംഗ്ലൂരിൽ CRZ ഇല്ല, കടലില്ല. അപ്പോൾ CRZ ഇല്ല ബാംഗ്ലൂർ, കടലില്ലല്ലോ. ആരോ വന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് പുള്ളിയുടെ ഓർമ്മയില്ല പേര്, ഒരു കാലിക്കറ്റിൽ നിന്ന് വന്ന് എന്നോട് ചോദിച്ചു നിങ്ങൾ CRZ അപ്രൂവൽ എടുത്തിട്ടുണ്ടോ? അപ്പം ഞാൻ ചോദിച്ചു CRZ എന്താണ്? അത് കോസ്റ്റൽ റെഗുലേറ്ററി സോണിങ് എടുത്തുണ്ടോന്ന്. അപ്പോൾ എൻ്റെ കൂടുതൽ സുഹൃത്തുമാരൊക്കെ പറഞ്ഞു അതൊന്നും നാട്ടൊന്നും പ്രാബല്യമില്ല, എന്തോ ഒരു CRZ നമുക്ക് പണിയാണ്. എൻ്റെ തലയിൽ പുഴി കയറി, നാളെ പണി കിട്ടിയേക്കാം. അപ്പം ഞാൻ ഇതുമേ സ്റ്റഡി നടത്തിയപ്പോൾ ഇത് ഭയങ്കര വലിയൊരു സർപ്പാണ് ഈ CRZ, പ്രശ്നമാണ്. അപ്പം ഞാൻ എൻ്റെ ടീമിനോട് വിളിച്ച് പറഞ്ഞു നമുക്കിത് ക്വാളിഫൈ ചെയ്യാം, ഇത് വേണ്ട, ഈ പരിപാടി വേണ്ട. ഓക്കെ, അങ്ങനെ എല്ലാവരും അപ്സെറ്റ്. എന്താ സാർ ഇങ്ങനെ പറയണേ, ഇത് നല്ല സെയിലായതല്ലേ, ഹൈ വാല്യൂലും സെയിലായതാണ്. ഞാൻ പറഞ്ഞു ഇല്ല വേണ്ട, ഇത് നമുക്ക് ശരിയാവില്ല. അങ്ങനെ ഞങ്ങൾ കോർട്ടിൽ പോയി, കോർട്ടിൽ നിന്ന് ഫേവറബിൾ ഓർഡർ അന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇത് വേണ്ട. ഓക്കെ,
ഞാനൊരു കനിഷ്ഠമായിട്ട് പറഞ്ഞു നമുക്കിത് വേണ്ട. അങ്ങനെ ഞങ്ങൾ ദുബായിൽ വന്ന് പൈസയൊക്കെ റിഫണ്ട് ചെയ്തു. ഫൈലിംഗ് തുടങ്ങിയ പ്രോജക്റ്റാണ്. അപ്പോൾ അതങ്ങനെ കോൾ ഓഫ് ചെയ്തു. ഇന്നും ആ ലാൻഡ് അവിടെ കിടപ്പുണ്ട്. ഞാനത് വിറ്റിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരുടെ പൈസയും തിരിച്ച് കൊടുത്ത് കോൾ ഓഫ് ചെയ്തു. ഏറ്റവും സക്സസ്ഫുൾ ആയ പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ 10 കൊല്ലം നിങ്ങൾ മുന്നോട്ട് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യൂ. ഇന്ന് എൻ്റെ ബിൽഡിംഗ് അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ബിൽഡിംഗ് ആ ഡെമോളിഷനിൽ ഉണ്ടായിരിക്കുമല്ലോ. സത്യം. അപ്പൊ എൻ്റെ ബ്രാൻഡ് എന്തായിരിക്കും? അപ്പൊ ആൾക്കാർ പറയുന്നതാണ് കോൺഫിഡന്റ് ആണ്, ഇതാണ്. ഉണ്ടാക്കിയ പേര് മൊത്തം അതിലൊന്നിൽ പോയാൽ അപ്പോൾ ഒരു 6th സെൻസ് വെച്ചിട്ട് ഞാൻ കോൾ ഓഫ് ചെയ്തതാണ്. സ്വന്തമായിട്ട് ഒരു ബിസിനസ് എന്നുള്ള ആഗ്രഹമായിട്ടാണ് ഇപ്പോഴും നാട്ടിൽ നിന്ന് 100 കണക്കിന് പേര് ഈ ഗൾഫ് നാട് വന്നിറങ്ങുന്നത്. പലരും സേഫ് സോണിൽ അങ്ങ് വർക്ക് ചെയ്ത് പോവുകയാണ്. കൃത്യമായി 28-ാം തീയതി 29-ാം തീയതി ശമ്പളം കിട്ടും, എന്തിനാണ് വേറൊരു റിസ്ക് എടുക്കുന്നത് എന്നുള്ള ചിന്തയാണ്. അപ്പോഴാണ് ഈ പറയുന്ന HP-യിൽ ഏതാണ്ട് അറിയാൻ പറ്റിയത് 3 മാസത്തിൽ ഒരിക്കൽ സാലറി ഇൻക്രിമെന്റ് ലഭിച്ച ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ CJ റോയ്. എവറി 3 months. അപ്പൊ അത് വിട്ടിറങ്ങി സ്വന്തം ബിസിനസ് തുടങ്ങിയത് കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന കോൺഫിഡന്റ് റോയ് ആയി മാറിയത്. അതെ, ആ കോൺഫിഡന്റ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇന്നും നമ്മുടെ നാട്ടിലില്ലേ? HP-യിൽ ലെവൽ 1, 2, 3, 4 എന്നിട്ട് റാങ്കിങ് ചെയ്യും. നിങ്ങൾ 5-ലാണെങ്കിൽ എവറി 3 months യു ക്യാൻ ഗെറ്റ്. സോ ഐ യൂസ് ടു ബി കൺസിസ്റ്റന്റ്ലി ഇൻ ലെവൽ 5. So that every 3 months that increment used to come. ഇപ്പോൾ ഇതിൻ്റെ ഒരു കോൺവേഴ്സ് സൈഡ് ഞാൻ പറയാം. ഒരു ആൻട്രപ്രനർ പുള്ളി സക്സസ്ഫുള്ളോ പുള്ളിക്കാരത്തിയോ സക്സസ്ഫുള്ളോ അൺസക്സസ്ഫുൾ ആണെങ്കിൽ ഒരു കാര്യം എവറി മന്ത് ഇറ്റ് വിൽ കം. അന്ന് നിങ്ങൾക്ക് ഉറക്കം ഉണ്ടാവില്ല. അതെന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഒരു മാസത്തിൽ ഒരു ദിവസം അത് ഉണ്ടാവും. എല്ലാ മാസവും ഉണ്ടാവും. നിങ്ങൾ സക്സസ്ഫുൾ ആയാലും അൺസക്സസ്ഫുൾ ആയാലും ഊഹിക്കാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റുമോ? സാലറി ഡേ കറക്റ്റ്. കണ്ട പുള്ളിക്കറിയാം, പുള്ളിക്ക് ടീമുണ്ട് തോന്നുന്നു. ആ സാലറി ഡേ എല്ലാവരുടെ ജീവിതത്തിലും വരുമല്ലേ, ഒരു ബിസിനസ്മാൻ്റെ ജീവിതത്തിൽ. അന്ന് ആ സാലറി കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഒരു പെയിൻ വേറെയാണ്. ഇപ്പൊ നിങ്ങൾ പറയണില്ലേ, ടീം ഷെയർസ് മൈ ഡ്രീം. സോറി ബ്രോ, ടീം വോണ്ട് സാലറി ഓൾസോ. അതെ, വെൻ ദേ ഗെറ്റ് ദ സാലറി ഓൺ ടൈം ദേ ഷെയർ യുവർ ഡ്രീം. അത് ദേ ജസ്റ്റ് വാക്ക് അവേ അല്ലേ. So I'm a team worker, but fact is a fact. നിങ്ങളുടെ എംപ്ലോയീസ് എന്തിനാണ് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണേ? ഫോർ ദ മന്ത്ലി സാലറി. Because they don't know that they do not want to take the risk. Their house is running properly, their EMIs are being paid, kids are going to school. ആ ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു കഴിവുള്ള ആളായിരിക്കണം ആൻട്രപ്രനർ ആവാൻ റെഡി ആയിട്ടുള്ള ആൾ. ഈ ഒരു പെയിൻ ഈസി അല്ലാട്ടെ. ഇന്നും 25 കൊല്ലം കഴിഞ്ഞിട്ട് ഐ ഹവ് നെവർ ഡിഫോൾട്ടഡ് എ സിംഗിൾ സാലറി സിംഗിൾ ഡേ. കോവിഡ് സമയത്ത് ഞാൻ സാലറി ഇൻക്രിമെന്റ് ബോണസും കൂടി കൊടുത്ത ആളാണ്. ഫുൾ സാലറി. ഓക്കെ. അപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു എംപ്ലോയി നിൽക്കുന്നതാണോ നല്ലത്? കൺഫേംഡ് ആയിട്ട് പറയാൻ പറ്റും. ബിക്കോസ് ഐ വാസ് എൻ എംപ്ലോയി ഫോർ 7-8 years. ദെൻ ഐ ബിക്കം എൻ ആൻട്രപ്രനർ. അപ്പോൾ ഈ സാലറി ഡേ ഒക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് വേണോ, ഇത് വേണ്ടായിരുന്നോ, വേണമായിരുന്നോ? മറ്റതൊരു 15-ാം തീയതിയൊക്കെ ആവുമ്പോൾ ഇനി 15 ദിവസം കൂടി ഉണ്ടല്ലോ സാലറി കിട്ടാന്നുള്ളതാണ്. നേരെ ഓണ്ടർപ്രണർ ആവുമ്പോൾ ഇനി 15 എന്നുള്ളൊരു ചിന്തയിലേക്കാണ് പോകുന്നത്. അതെ, അതിൽ പലപ്പോഴും ഞാൻ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ചോദിക്കും, ഇന്നലല്ലേ സാലറി കൊടുത്തത്? സാറേ ഒരു മാസം കഴിഞ്ഞു. നമ്മുടെ മനസ്സിലാ 30 ദിവസം ടക്കെന്ന് പോകും. ബീങ് എ ഗുഡ് എംപ്ലോയി ഈസ് എക്സലന്റ്. പക്ഷേ പൊതുവെ പറയുന്നത് റിസ്ക് എടുത്തവൻ മാത്രമേ വിജയിക്കുള്ളൂ എന്നല്ലേ? അത് 100%. റിസ്ക് എടുത്ത എല്ലാവരും വിജയിച്ചിട്ടുണ്ടോ? ഇല്ല. അത് ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്യല്ല. വാട്ട് ഐ എം ട്രൈയിങ് ടു സേ ദാറ്റ് ഹാവ് എ ക്ലിയർ പ്ലാൻ ഹൗ യു ആർ ഗോയിങ് ടു ഗോ അബൌട്ട്. ഞാൻ പലരും പറഞ്ഞത് കേട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഒരാൾ വന്നു, പുള്ളി ഒരു കമ്പനിയുടെ വലിയ CEO ആയിരുന്നു. അപ്പോൾ ഭാര്യ ഇങ്ങനെ പാസ് ചെയ്യണം. അപ്പോൾ പുള്ളി എന്നോട് പറയണം, ഐ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 30 years in Dubai. ഐ എം വെരി ടയർഡ്. ഐ വോണ്ട് ടു റിസൈൻ ആൻഡ് ഐ വോണ്ട് ടു ബിക്കം എൻ ആൻട്രപ്രനർ. അപ്പം എൻ്റെ ഭാര്യ ചെറിച്ച് എന്നോട് പറയണം, ഇയാൾ എന്താ സംസാരിക്കുന്നത്? ദാറ്റ് ഇസ് ലൈക്ക് യു ആർ ജമ്പിങ് ഫ്രം ദ ഫ്രൈയിങ് പാൻ ടു ദ ഫയർ. അപ്പോൾ ആ ഒരു ലോജിക്കിൽ വന്ന ആൾക്കാരും ഉണ്ടേ ഈ ബിസിനസ്സിലേക്ക്. അപ്പോൾ പുള്ളി എന്നോട് പറയുന്നത് സീരിയസ് ആയിട്ട്, ഐ ബീൻ വെരി ടയർഡ്. അടുത്ത എനിക്ക് റിട്ടയർ ആയിട്ട് വീട്ടിലിരിക്കാൻ പോകുന്ന പറഞ്ഞു, ഐ വോണ്ട് ടു ബിക്കം എൻ ആൻട്രപ്രനർ. അപ്പോൾ പുള്ളി CEO ഒരു വലിയൊരു കമ്പനിയുടെ. നമ്മുടെ സച്ചിൻ തെണ്ടുൽക്കർ ഉണ്ടായിരുന്നു. ഈസ് എ ഗോഡ് ഓഫ് ക്രിക്കറ്റ്. പുള്ളി ഒരു കാലത്ത് ക്യാപ്റ്റനായി. പിന്നെ പുള്ളിക്ക് മനസ്സിലായി ക്യാപ്റ്റൻസി ഈസ് നോട്ട് ഹിസ് കപ്പ് ഓഫ് ടീ. പ്രഷർ. ഹി വെന്റ് ബാക്ക് ആസ് എ പ്ലെയർ.
but he's still considered as the best cricketer, right? അതെ. അപ്പോൾ even being an employee is good, അല്ലേ? But he realized that he doesn't want to take the pressure. അപ്പോൾ ആ ഒരു മെന്റൽ പ്രഷർ ഈസ് റിയലി ഹൈ. ഒരു ബിസിനസ് തുടങ്ങിയാൽ 2-3 മാസം മാക്സിമം പോട്ടെ 6 മാസത്തിനുള്ളിൽ പ്രോഫിറ്റ് വന്നില്ലെങ്കിൽ പിന്നെ നിരാശനായി മാറുന്നൊരവസ്ഥയാണ്. അതാണ് അടുത്തൊരു എനിക്കൊരു ഫീഡ്ബാക്ക് പറയാനുള്ളത്. എൻ്റെ അടുത്ത് ഒത്തിരി ഇപ്പം സിനിമയാവട്ടെ, അല്ലെങ്കിൽ സിനിമ വേണ്ട, നമുക്ക് ബിസിനസ് എടുക്കാം. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് ഐ ഹാവ് 1 crore rupee ആൻഡ് അല്ലെങ്കിൽ ഒരു 10 lakh rupee. ഐ വിൽ ഇൻവെസ്റ്റ് ഫുൾ എമൗണ്ട് ഇൻ ക്യാപിറ്റൽ ആൻഡ് സ്റ്റാർട്ട് ദ ബിസിനസ്. അപ്പം ഞാൻ ചോദിക്കും, നീ എങ്ങനെ സാലറി? ഐ വിൽ ഡു ബിസിനസ്, ഐ വിൽ സെൽ, ഐ വിൽ ഗെറ്റ് മണി. ആ മണി സാലറി കൊടുക്കും, റോ മെറ്റീരിയൽ മേടിക്കും. സോറി ബ്രദർ, അങ്ങനെ ബിസിനസ് നടക്കില്ല. നിങ്ങളുടെ 40% വർക്കിംഗ് ക്യാപിറ്റലായിട്ട് മാറ്റി വയ്ക്കണം. ഇപ്പം നിങ്ങളുടെ അടുത്ത് 10 ലക്ഷം ഉണ്ടെങ്കിൽ 4 ലക്ഷം ഷുഡ് ബി വർക്കിംഗ് ക്യാപിറ്റൽ. ഡോണ്ട് പുട്ട് ഓൾ ദ മണി ഇൻ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. ബ്രേക്ക് ഈവൻ ഫോർ എനി ബിസിനസ് ടേക്സ് 1 to 3 years. There is no business which will give you profit immediately. ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ the break even takes a year. ഇതിൻ്റെ സത്യാവസ്ഥ വെച്ചാൽ I think out of 100, only 5% survive after the 4th year. That is because they have not planned the working capital. ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്താ? യുവർ റെൻറ്റ്, യുവർ സ്റ്റാഫ് സാലറി, യുവർ എക്സ്പെൻസസ്, ഇലക്ട്രിക് ബില്ലും മറ്റേ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതൊക്കെ സിമ്പിളാണ്. നോ ബിസിനസ് വിൽ ഗിവ് പ്രോഫിറ്റ് ദ നെക്സ്റ്റ് ഡേ. See, there is a thing saying that I will invest, my friends will fund. It will not happen, bro. Your dream is your dream. Correct. It's not that other man's dream. ആവേശം മാത്രം പോരാ, നമ്മൾ സ്റ്റഡി ചെയ്യണം. അതെ. ആവേശത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ആവേശം സിനിമയിൽ അമ്പാൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ. രംഗണ്ണം മേടിച്ച് വെച്ച തരിശു ഭൂമിയിലാണ് ഇന്ന് പിന്നെ എയർപോർട്ട് കിടക്കുന്നത്. അതെ. ഏത് ബാംഗ്ലൂർ എയർപോർട്ട് കിടക്കുന്നത്. അതെ. ശരിക്കും അത് CJ റോയിനെ കുറിച്ചാണ് പറഞ്ഞത് ആ സിനിമയിൽ പരാമർശിച്ചിട്ടുണ്ട്. ശരിയാണോ? അല്ല, എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് റൈറ്ററോ ഡയറക്ടറോ ആരും സംസാരിച്ചിട്ടില്ല. ബട്ട് മൈ സ്റ്റോറി ഈസ് വെരി സിമിലർ. അതായിരിക്കും നിങ്ങൾ ആ സിമിലാരിറ്റി കാണാൻ. ഓക്കെ. ഇത് നമ്മുടെ എയർപോർട്ട് വന്ന് ദേവനഹള്ളിയിലാണ്. ഇതേപോലത്തെ സ്റ്റോറി ഞാൻ സർജാപൂരിൽ ക്രിയേറ്റ് ചെയ്തത്. തരിശുഭൂമിയിൽ എടുത്തിട്ടിട്ട് ഞാനത് സ്വർണ്ണമാക്കി ഡയമണ്ട് ആക്കി. ഈ സർജാപൂർ എന്ന് പറഞ്ഞ സ്ഥലം ഇയർ 2001-2 6 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ മേടിച്ചിരുന്നത്. എന്നുവെച്ചാൽ 6000 രൂപ സെന്റിന്. ഇന്ന് എത്ര എന്നൊരു വില? 12 കോടി. ഇറ്റ് ഈസ് 200 times 20,000%. എയർപോർട്ടിൻ്റെ അവിടുത്തെ തരിശുഭൂമി ഇപ്പോഴും നിങ്ങൾക്ക് 5-6 കോടിക്ക് കിട്ടും. പക്ഷേ സർജാപൂർ ഹാസ് ഗോൺ ടു 12 crore. അതാണ് ഈ സ്റ്റോറി അറിയുന്ന ആൾക്കാർ പറഞ്ഞത് അതും ലിങ്ക്ഡ് ആണ്. റിയൽ രംഗണ്ണൻ സാറ് തന്നെയാണ്. ഞാൻ ചിലപ്പോ രംഗണ് ലാൻഡ് വിറ്റാളും ഞാനാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഒരു സിനിമയില് ഒരു കാറ് കത്തിക്കുന്ന ഒരു സീനുണ്ട്. അതെ. അപ്പൊ ആ കാറ് കത്തിക്കുന്നതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് കാറ് കൊണ്ടുവന്ന് കത്തിക്കാൻ ഏതാണ്ട് 1.5 കോടിയോളം രൂപ വേണമെന്ന് പറയുമ്പോൾ താങ്കൾ പറയുന്നുണ്ടെന്ന് പിന്നെ ഒരു ഒറിജിനൽ കാറ് കത്തിച്ചാൽ പോരെ എന്നുള്ളത്. അതെ, ഡ്യൂപ്ലിക്കേറ്റ് കത്തിച്ചത്. ഇപ്പൊ എൻ്റെ ഒരു പുതിയ സിനിമ ഉണ്ട്, ഒറിജിനൽ മെർസിഡീസ് ബെൻസ് ആണ്. ആ മൂവിയിലെ ഒരു ചേസ് സീക്വൻസിൽ ക്രാഷ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് വെന്റ് ടു ടോട്ടൽ ലോസ്. അപ്പോൾ എന്ത് ചെയ്താലും ഒരു ഒറിജിനാലിറ്റി വേണം. ബട്ട് ഐ ഹാവ് എ പ്ലാനിങ് ഹൗ ടു മേക്ക് ദിസ് പ്രോഫിറ്റബിൾ. കോൺഫിഡൻറ്റ് എന്നുള്ള പേര് യൂണിവേഴ്സ് ആണ്. ആ പേര് എവിടെ പോയാലും ആ ഒരു പേര് കൊടുക്കുന്ന ഒരു കോൺഫിഡൻറ്റ് അത് വേറെ തന്നെയാണ്, പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ, റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ. ആ പേരെങ്ങനെയാണ് വരുന്നത്? അതൊരു സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എൻ്റെ പ്രീവിയസ് പാർട്ട്ണർഷിപ്പ് കമ്പനി വിട്ടിട്ട് വാഷ്റൂമിൽ ടോയ്ലറ്റിലിരിക്കുമ്പോഴാണ് ഈ പേര് കോയിൻ ചെയ്തത്. അതിൽ ഏറ്റവും പീസ്ഫുൾ സ്ഥലം നമുക്ക് ഒരു 15-20 നിമിഷം പീസ്ഫുൾ ആയിട്ട് ഇരിക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത പോയിന്റ് തന്നെയാണ് ഞാൻ അന്ന് ഐഡൻറ്റിഫൈ ചെയ്തത്. എൻ്റെ അടുത്തൊരു സിംഗപ്പൂർ ആർക്കിടെക്റ്റ് വന്നിരുന്നു. അപ്പോൾ ഈസ് വർക്കിംഗ് വിത്ത് എ ബിഗ് കമ്പനി ഇൻ ബാംഗ്ലൂർ. അതൊരു ഫാമിലി നെയിമാണ്. അപ്പോൾ ഈ പോഡ്കാസ്റ്റ് പേര് പറയില്ല. അപ്പോൾ പുള്ളിയോട് ഞാൻ ചോദിച്ചു, ഹി സെഡ് ഐ വർക്ക് ഫോർ എ ബിഗ് കമ്പനി ആൻഡ് യു നോ ദാറ്റ് ഐ ഡു ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ ചോദിച്ചു വിച്ച് ഇസ് ദ കമ്പനി? ഹി സെഡ് അത് അവന് പേര് കിട്ടുന്നില്ല പുള്ളിക്ക്, സീനിയർ പേഴ്സൺ ആണ്. അപ്പം എനിക്ക് മനസ്സിലായി, ഒരു ഇന്റർനാഷണൽ കമ്പനി ആവണമെങ്കിൽ അതിൻ്റെ നെയിം ഓൾസോ ഷുഡ് ബി ഇന്റർനാഷണൽ. ആ കമ്പനിയുടെ പേര് ഒരു ഫാമിലി നെയിമാണ്. അപ്പോൾ തിങ്ക് അബൌട്ട് ഇറ്റ്, എൻ്റെ ഫാമിലി നെയിം ചിറിയൻ കണ്ടത്താണ്. ഞാൻ ഈ എമിറേറ്റ്സ് ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോൾ എയർ ഹോസ്റ്റേഴ്സിൻ്റെ പേര് പോലും പറയാം, അവർ ചെറു
പ്ലീസ് കോൾ മീ റോയ്, ഡോണ്ട് ടേക്ക് ദ ട്രബിൾ. അപ്പോൾ നെയിം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പിന്നെ ഞാൻ എന്നെ തന്നെ എൻ്റെ ഒരു സ്റ്റാഫായിട്ട് തിങ്ക് ചെയ്തു. ഞാനിപ്പോൾ ഒരു ബാങ്കിലേക്ക് പോവാണ്. ഞാൻ പറഞ്ഞു, ഐ ആം ഫ്രം ചിരിയൻ കണ്ടത് ബിൽഡേഴ്സ്, ഐ ആം ഫ്രം കോൺഫിഡൻറ്റ് ബിൽഡേഴ്സ്, വിച്ച് കൺവേസ് മോർ കൺവിക്ഷൻ, കോൺഫിഡൻറ്റ്. ഉറപ്പായിട്ടും. അപ്പോൾ അടുത്ത മെസ്സേജ് നിങ്ങളുടെ വ്യൂവേഴ്സിന്. നിങ്ങളൊരു കമ്പനിക്ക് പേരിടുമ്പോൾ അത് നിങ്ങളുടെ കുടുംബ പേര് ഇസ് എക്സലൻറ്റ്, ബട്ട് തിങ്ക് ദാറ്റ് വെൻ യു ഗ്രോ ഗ്ലോബൽ, വിൽ ദാറ്റ് സിങ്ക് വിത്ത് യുവർ ബിസിനസ്? സോ പുട്ടിങ് എ നെയിം ഇസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ പറഞ്ഞ പോയിന്റ്, അരുൺ പറഞ്ഞ പോയിന്റ് ഭയങ്കര കറക്റ്റാണ്. ദാറ്റ് ഷുഡ് കൺവേ ലോട്ട് ഓഫ് മെസ്സേജ്. ഇപ്പോൾ ഞാൻ കോൺഫിഡൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് കംസ് ഫ്രം ബിലോ മൈ ഹാർട്ട്, ബട്ട് യുവർ ആക്ഷൻ ഓൾസോ ഷുഡ് ബി ദ സെയിം. ഈ ബിസിനസ് എന്ന് പറയുന്നത് ശരിക്കും ചെസ്സ് കളിക്കുന്നത് പോലെയല്ലേ? കാരണം ഓരോ കരുക്കൾ നീക്കുമ്പോഴും ശ്രദ്ധിക്കണം, എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഒരു മുൻധാരണ നമുക്ക് വേണം. അതെ. എൻ്റെ ചില ഫ്രണ്ട്സ് എന്നോട് ചോദിക്കും, നമുക്ക് മക്കാവോ പോവാം, ശ്രീലങ്ക പോവാം, ലാസ് വേഗാസിൽ പോവാം, വൈ ഡു വി ഗോ ദർ ഗാംബ്ലിംഗ്? ഞാൻ പറയും, മോനെ ഇതെന്നും കാലത്ത് ഇതല്ലേ ഞാൻ ചെയ്യണേ, ഇത് ഈ ചെസ് കളിയാണ്. ഞങ്ങളതല്ലേ ഒരു എവറി ബിസിനസ് മാൻ ഈസ് ഡൂയിങ് എ ഗാംബ്ലിംഗ് എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് മണി, ആ തരം ഗാംബ്ലിംഗ് അല്ലേ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ ചെസ് കളിയാണ് അല്ലേ? എവറിബഡി ഈസ് മൂവിങ് ഇസ് പോൺസ് ആൻഡ് ഓരോ നീക്കവും ശ്രദ്ധയോടെ വേണം. സാർ, പണം സമ്പാദിക്കുക എന്നുള്ളതാണോ, ആ സമ്പാദിച്ച പണം കൈകാര്യം ചെയ്യുന്നതാണോ ഏറ്റവും വലിയ റിസ്ക്? See, lot of people who get lottery അല്ലേ, അവരെല്ലാം അത് കറക്റ്റായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഭൂരിപക്ഷം ഇല്ലാതെ. അപ്പോൾ കൈകാര്യം ചെയ്യുന്നത് റിയലി റിയലി ഇമ്പോർട്ടൻറ്റ്. അതും കൂടാതെ വി ഷുഡ് റൊട്ടേറ്റ് ദറ്റ് മണി അഗൈൻ ആൻഡ് അഗൈൻ. ഇറ്റ്സ് കോൾഡ് ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് യു ഹാവ് ടു ബി വെരി വെരി ഡീറ്റെയിൽഡ് ആൻഡ് കോൺഷ്യസ്. അപ്പോഴാണ് നിങ്ങൾ സമ്പാദിച്ച പണം വിൽ ബിക്കം ബിഗർ ആൻഡ് ബിഗർ ആൻഡ് ബിഗർ. സമ്പത്ത് താങ്കളുടെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് ഈ പറയുന്നത് പോലെ? ഇല്ല, സ്വാധീനിച്ചിട്ടില്ല. ഐ സ്റ്റിൽ ലൈക്ക് ടു ബി എ നോർമൽ പേഴ്സൺ. ദോ ഐ ഗോട്ട് ഓൾ ദ ലക്സുറീസ്, ഐ സ്റ്റിൽ ലൈക്ക് ടു ബി എ നോർമൽ പേഴ്സൺ, ടോക്ക് ടു എവറിബഡി ആൻഡ് ബി നൈസ് ടു പീപ്പിൾ. ആൻഡ് നമ്മുടെ ജീവിതത്തിൽ ഒരു ബിസിനസ്മാന് ഡിഫറെൻറ്റ് റോൾസ് ഉണ്ട്. ദാറ്റ് വി ഷുഡ് നോ. അറ്റ് എ ഡിപ്ലോമാറ്റിക് മീറ്റിംഗ്, ഞാൻ ഹോണററി കൗൺസിലാണ് സ്ലോവാക്കിൻ്റെ. അതെ. അപ്പോൾ അവിടെ ഒരു ഡിപ്ലോമാറ്റിക് മീറ്റിംഗ് പോകുമ്പോൾ ഞാനൊരു ഡിപ്ലോമാറ്റാണ്. പിന്നെ ഞാനൊരു ഓഫീസ് മീറ്റിംഗിന് പോകുമ്പോൾ ഞാനൊരു ചെയർമാനാണ്. പിന്നെ വീട്ടിൽ വന്നാൽ ഞാനൊരു ഫാദറും ഹസ്ബൻഡുമാണ്. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആകുമ്പോൾ യു ബിക്കം നോർമൽ. ആൻഡ് ഇപ്പോൾ എൻ്റെ എംപ്ലോയീസിൻ്റെ കൂടെയൊക്കെ ഞാനിരുന്ന് ഊണ് കഴിക്കും. വി ഓൾ ട്രാവൽ ടുഗദർ. ഇപ്പോൾ എവിടെയെങ്കിലും പോകാൻ വെച്ചാൽ ഇപ്പോൾ ഞാൻ റോഡ് സൈഡിൽ നല്ലൊരു ഫുഡ് ഉണ്ടെങ്കിൽ കഴിക്കും. സോ യു ഹാവ് ടു നോ ഹൗ ടു എൻജോയ് എവറി facet of your life. So that normally if a successful businessman ഇവിടെ നിൽക്കും. So he is forgetting the root. So I like to be depending on the moment, be that person. And I'm an extremely a good family man. That does not mean that I don't travel. I travel very much. So what a businessman should know how to play different roles at different times. ഭൗതിക സുഖങ്ങളെല്ലാം ഇന്ന് സ്വന്തമാക്കാൻ താങ്കളുടെ കയ്യിൽ കാശുണ്ട്. പക്ഷേ സമാധാനം, സന്തോഷം അത് കാശ് കൊടുത്ത ചന്തയിൽ കിട്ടൂല. ഇല്ല. ഈ ബിസിനസ്സുകാർ അതെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? അത് ഞാൻ പറഞ്ഞേ, നിങ്ങൾക്ക് ഒരു സക്സസ് വന്നിട്ട് നിങ്ങളുടെ തലയിൽ കയറി, നിങ്ങൾ ആദ്യം ചോദിച്ചല്ലോ മുതലാളിയുടെ ഫീലിംഗ് കയറി അവിടെ ഇരുന്നോ, അന്ന് നിങ്ങളുടെ തകർച്ച തുടങ്ങും. നിങ്ങൾ മുതലാളി ഈസ് ഓൺലി ഫോർ ദാറ്റ് സ്മോൾ പാർട്ട് ഓഫ് ടൈം ഇൻ യുവർ ലൈഫ് ആസ് എ ചെയർമാൻ. അത് കഴിഞ്ഞാൽ യു ഷുഡ് ടേക്ക് ഡിഫറെൻറ്റ് റോൾസ് ഇൻ യുവർ ലൈഫ്. അപ്പോൾ what do you say that there'll be not much of a tension. എൻ്റെ ലൈഫിലും ടെൻഷൻ ഇല്ല. I've got a very beautiful family, very beautiful life. ദൈവത്തിനോട് നന്ദിയുള്ളൂ. But the reason is that I play every role differently at different times. ഓക്കെ. ഒരുപക്ഷെ ഇതുപോലുള്ളൊരു പോഡ്കാസ്റ്റ് ലോകത്തിലെ എല്ലാ മുന്തിയ വാഹനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും. താങ്ക് യു. വണ്ടിപ്രാന്ത് തുടങ്ങിയത് എപ്പോഴാണ്? ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിലൊരു TVS 50 സ്കൂട്ടറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാർ എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഭയങ്കര ഒരു റെയർ ഐറ്റം അല്ലേ, ഒരു നോട്ട് മെനി പീപ്പിൾ ആയിട്ട്. അതെ. അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, എനിക്കത് 8ലോ 9ലോ പഠിക്കുമ്പോഴാണ് ഡോൾഫിൻ എന്ന് പറഞ്ഞ കാർ ലോഞ്ച് ആവുന്നത്.
അത് സിപ്പാനി മോട്ടോഴ്സ് ചെയ്തൊരു ഫൈബർ ഗ്ലാസിൻ്റെ ഒരു കാറാണ്. ഓക്കെ. അതിന് മുമ്പ് അംബാസിഡറും പ്രീമിയർ ആയിരുന്നു ഫേമസ്. അപ്പോൾ ഇതൊരു നല്ല ഭംഗിയുള്ള കാറാണ്. അപ്പോൾ ഇതൊരു ഷോറൂമിൽ, എൻ്റെ സ്കൂളിൻ്റെ അവിടെ ഷോറൂമിലാണ് ഇത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ നാട്ടുകാർ മുഴുവൻ ഫുൾ ക്രൗഡാണ് അവിടെ. അപ്പോൾ എനിക്ക് ഈ കാർ കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പം എൻ്റെ ബ്രദേഴ്സൊന്നും കയറാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ബാഗ് എൻ്റെ വെപ്പനാണ്. ബാഗ് എടുത്ത് ഇങ്ങനെ അടിച്ച ആൾക്കാരെ എവിടെയും ഇങ്ങനെ പോയി എൻ്റെ കാറിൻ്റെ അടിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ അതിൻ്റെ ഭംഗി കാണാം. അപ്പോൾ സെയിൽസ്മാൻ വന്ന് പറഞ്ഞു, നീ ഈ കാർ മേടിക്കുമോ, നീ പുറത്തു പോവോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയി. ഇറക്കി വിട്ടു. ഓ നീ പുറത്തിറങ്ങി പോകുന്നു. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, ഞാൻ ലോകത്തെല്ലാ കാറും മേടിക്കും, എൻ്റെ പൈസ ഉണ്ട്. ആ ഒരു ദിവസം വരും. ഇന്നാ സെയിൽസ്മാനെ കണ്ട ഞാനൊന്ന് പറയണമുണ്ട്. സോ ദാറ്റ് ഡേ എൻ്റെ മനസ്സിൽ കയറി, ഐ ഷുഡ് ബൈ ഓൾ ദ കാർ. അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞു. ആദ്യം വിത്തിൻ 3 months ഐ ബോട്ട് എ മാരുതി 800 റെഡ് കളർ കാർ. ഓക്കെ. അതിനന്ന് 1,10,000 രൂപയാണ് കൊടുത്തത്. ഓക്കെ. ആ കാർ മേടിച്ച് വീട്ടിൽ വന്ന് അന്ന് 10,000 രൂപയാണ് അഡ്വാൻസ് കൊടുത്തിട്ടുള്ളൂ, ഇനി 1 ലക്ഷം കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ വണ്ടി നിർത്തിയിട്ട് ഭാര്യയെ വിളിക്കാം. ഭാര്യ ചോദിച്ചു, ഇതെവിടുന്ന്? ഭാര്യയോടും പറഞ്ഞിട്ടില്ല കേട്ടാ. ഞാൻ പറഞ്ഞു കാർ വിളിച്ചു. അപ്പോൾ ഞാൻ പറയണ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് അറിയോ, ഇത് ആദ്യത്തെ കാറാണ്, ഇനി 6 കാർ വരും. അപ്പോൾ ചോദിച്ചു അതെന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 7 കളറിൽ 7 കാറ്, Monday 1, Tuesday 1, Wednesday 1. അപ്പോൾ ഭാര്യ ചിരിച്ചിട്ട് വന്നു, ഇതിന്റെ ബാക്കിലെ പൈസ കൊടുക്കും, പിന്നെ 6 കാർ നോക്കാന്ന്. പക്ഷെ 6 കൊല്ലം കഴിയുമ്പോൾ എൻ്റെ അടുത്ത് 15 കാറുണ്ടായിരുന്നു, ഫുള്ളി പെയ്ഡ്. അപ്പോൾ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അതിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യും. നന്ദി. അപ്പൊ എൻ്റെ മോന് ഞാൻ ഈ ടോയ് കാർക്ക് മേടിച്ചു കൊടുക്കും, ബുഗാത്തി, ലാംബോഗിനി. അപ്പൊ അവനോട് ഞാൻ പറയും റിയൽ കാർ മേടിച്ചു തരാമെന്ന്. അപ്പൊ ഈ കൊച്ചിന് എന്ത് മനസ്സിലാവും. പക്ഷെ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. ഇതിനിടയിൽ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു, ആദ്യം സ്വന്തമാക്കിയ 800 കാർ. അതാണ് ആദ്യത്തെ കാർ. ഇപ്പൊ വീണ്ടും അന്ന് പിന്നെ അത് എന്തുകൊണ്ട് വിറ്റു? കാശില്ല അടുത്ത കാർ മേടിക്കാൻ. അപ്പൊ അടുത്ത കാർ മേടിക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല. പിന്നെ 100% അതൊരു ഫസ്റ്റ് ലവ് അല്ലേ ആ കാർ. അപ്പൊ അങ്ങനെ അത് കൈമാറിപ്പോയി. അപ്പോൾ ഇപ്പോൾ റോൾസ് ടു എവറിത്തിങ്, ബുഗാട്ടി എല്ലാം ഉണ്ട്. അപ്പോൾ എന്നോട് ആരും ചോദിച്ചു നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് കാർ ഏതാണ്? ഞാൻ പറഞ്ഞു മാരുതി 800. അപ്പോൾ പുള്ളി അടിമുടി നോക്കി, മാരുതി 800 പക്ഷെ അതെന്താ അതിൻ്റെ ഫസ്റ്റ് കാറാണ്. അപ്പോൾ പുള്ളി ഞാൻ ചോദിച്ചു ആ കാർ ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണ് അതിനെ തേടി പിടിച്ച് സോഷ്യൽ മീഡിയയിലിട്ട്. പിന്നെ അറിയാലോ സോഷ്യൽ മീഡിയ, അത് 36 മണിക്കൂർ കൊണ്ട് അവർ കാർ കണ്ടുപിടിച്ചു ആൾക്കാര്. പ്രൈസ് മണി ഉണ്ടായിരുന്നല്ലോ അത് കണ്ടുപിടിക്കുന്ന ആൾക്ക്? 10 ലക്ഷം. 1,20,000 കാറ് കണ്ടുപിടിച്ച ആൾക്ക് 10 ലക്ഷം. ഇന്നതിന് ഒരു 10,000 പോലും കിട്ടില്ല. അത് എവിടെ നിന്ന് കണ്ടുപിടിച്ചു ആള്? അത് ഏതൊരു ബാംഗ്ലൂരിലെ ഒരു ഒത്തിരി ദൂരത്ത് ഏതൊരു വില്ലേജില് ആ കാർ ഒരു 10 കൊല്ലമായിട്ട് ഓടിയിട്ടില്ല. ആ കാറ് മേടിച്ച ആള് ബെഡ് റിഡൻ ആണ്. അതാണ് എനിക്ക് സന്തോഷം. പുള്ളിക്കാണ് അതിൽ 7 ലക്ഷം പോയത് കിട്ടിയത്. ബെഡ് റിഡൻ ആയിരുന്നു. പുള്ളിക്ക് സൈൻ ഇടാൻ പറ്റില്ല, തമ്പ് ഇംപ്രഷൻ ആയിരുന്നു ചെയ്ത. ആരോ കൈ പിടിച്ച് തമ്പ് ഇംപ്രഷൻ ചെയ്തിട്ടാണ് ചെയ്തത്. പക്ഷെ എനിക്കത് സന്തോഷമായി. ഈ കാറ് തിരിച്ചു വന്നു. കിട്ടിയ ആളും നല്ലൊരു അർഹനായിട്ടുള്ള ഒരാളായിരുന്നു. അതിനെ ഒരു റിക്കവറിയിലൊക്കെ കയറ്റിയിട്ടൊക്കെ കൊണ്ടുവന്നു. ഇനി കുറെ പണിയുണ്ട്. പക്ഷെ ആ ഒരു നമ്മുടെ ഒരു ആദ്യത്തെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഒരു ഞാൻ പറഞ്ഞ ആ ഒരു സന്തോഷം ഇന്ന് റോൾസ് മേടിച്ചാലും ഇല്ല. സത്യം, അതാ ഞാൻ പറഞ്ഞത്. ഇന്ന് എല്ലാ മുന്തിയ കാറും താങ്കളുടെ കയ്യിലുണ്ട്. നമ്മൾ 2 റോൾസിന്റെ സെന്ററിൽ ഇരുന്നാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതും 0 ലോണിലാണ് താങ്കൾ ആ വണ്ടി എടുക്കുന്നത്. പക്ഷെ അന്ന് ആ കാറ് വാങ്ങാൻ പോലും കയ്യിൽ കാശില്ലാത്ത സമയത്ത് അത് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കയ്യിലെത്തുന്ന ഒരു സന്തോഷം ഇന്ന് ഇതൊക്കെ ഇല്ല. അത് ഗാരേജിലേക്ക് വരുമ്പോൾ കിട്ടില്ല. ഇല്ല. അതാണ് നമ്മളൊരു, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു സക്സസ്സും അതാണ് ദൈവകൃപയും. ഐ ലൈക്ക് ടു ബി ഗ്രൗണ്ടഡ്. ആ കാറ് മേടിക്കാനായിട്ട് ആ ഒരു നല്ല ഒരു 2 കൊല്ലം പഴക്കം ഉണ്ടായിരുന്നു ഞാൻ മേടിക്കുമ്പോൾ. അത് സെക്കൻഡ് ഹാൻഡ് ഷോറൂം പോകുമ്പോൾ എന്നും ഒരാഴ്ച പോയി നോക്കിയിട്ടുണ്ട്. ആ കാറ് വേണം, ആ കാറ് വേണോ, ആ കാറ് വേണം. അങ്ങനെ ഇന്നത്തെ റോൾസിന് പോലും ഇല്ലേ. സോ ആ ഒരു നമുക്കൊരു ഇതുണ്ടല്ലോ അകത്ത്, ഐ വോണ്ട് ടു ഗെറ്റ് ദറ്റ് കാർ. പിന്നെ എന്നും ചെന്ന് നോക്കും. ഇത് സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂം ആയിക്കാൻ ആരും മേടിച്ചുകൊണ്ടുവല്ലോ. അപ്പോൾ ഞാൻ നാളെ വരാമെന്ന് മനസ്സിൽ. അപ്പോൾ ആദ്യത്തെ ഈ 10,000 റുപ്പീസ് കൂട്ടി വെച്ചിട്ടാണ് ഇതിനാദ്യം മേടിക്കാൻ പോണത്. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് വാട്ട് ഈസ് മാജിക്കൽ. 36-ാം വയസ്സിൽ സ്വന്തമായിട്ട് ഫ്ലൈറ്റും വാങ്ങി. അതെ.
അതൊരു വാശിയായിരുന്നോ? ഞാൻ അയച്ച എല്ലാം കാറും മേടിച്ചു. അപ്പോൾ നെക്സ്റ്റ് എന്താണ്, അന്നത്തെ ബ്രാൻഡ് ന്യൂ ഫ്ലൈറ്റാണ് ഞാൻ മേടിച്ചത് കടമില്ലാതെ. അപ്പോൾ അതൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഐ ഫെൽറ്റ് വെരി നൈസ് ദാറ്റ് ഐ ബോട്ട് ദറ്റ് പ്ലെയിൻ. ആ പ്ലെയിൻ മേടിച്ചപ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു സന്തോഷം. എന്നാൽ നമുക്കെല്ലാം ഒരു ആകാശത്തിൽ പറക്കാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ്. എൻ്റെ പല സ്വപ്നങ്ങളും ഞാൻ കാണാൻ ആകാശത്തിൽ പറക്കുന്നതാണ്. അപ്പോൾ സോ യു കാൻ ഡു ദാറ്റ് അല്ലേ. അങ്ങനെയാണ് ഈ പ്ലെയിനിൻ്റെ ഒരു ഡ്രീം വന്ന് പ്ലെയിൻ മേടിച്ചത്. പക്ഷെ ആ പ്ലെയിനിലൊരു സക്സസ് സ്റ്റോറി ഉണ്ട്. നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നടന്നല്ലോ ചെന്നൈയിൽ, ആദ്യത്തത്. അതെൻ്റെ പ്ലെയിനാണ് ചെയ്തത്, ആ ഹാർട്ട് കൊണ്ടുപോയത്. ആ ഒരു ട്രാഫിക്കിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു റിയാലിറ്റി നടന്നത് ഫ്ലൈറ്റിലാണ്. ഒരു കൊച്ച് ഹാർട്ട് വാസ് ടേക്കൻ ഫ്രം ബാംഗ്ലൂർ മണിപ്പാൽ ടു ഡോക്ടർ ചെറിയൻസ് ഹോസ്പിറ്റൽ ഇൻ ചെന്നൈ. ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ നടത്തിയത് എൻ്റെ പ്ലെയിനാണ്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പം എല്ലാ വണ്ടിയുടെയും നമ്പറിൻ്റെ അവസാനം 1475 വരുന്നുണ്ട്, 1675, 1875, 75 മൊത്തം അവസാനിക്കുന്നത് കാണുന്നത്. എൻ്റെ ലക്കി നമ്പർ 3 ആണ്. അപ്പോൾ ഐ ഗോ ഫോർ എ ടോട്ടലിംഗ് ഓഫ് 3, 7 and 5, 12, 1 and 2 3. എൻ്റെ ഇന്ത്യയിലത്തെ എല്ലാ കാർ നമ്പറും 3 ആണ്. നമ്പർ 3. ഓക്കെ, ദുബായിൽ 3 കിട്ടില്ല, അത് റോയൽ ഫാമിലിയുടെ നമ്പറാണ്. അപ്പൊ അങ്ങനെ ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തൊരു സിസ്റ്റമാണ്. എങ്ങനെയാണ് 3 ലക്കി നമ്പർ ആവുന്നത്? എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 12th February. എൻ്റെ ഭാര്യ 21st February. എൻ്റെ മോള് 3rd May. മോൻ മാത്രമാണ് 16th വന്നത്. അപ്പോൾ ഈ 3 എൻ്റെ ലൈഫിൽ കുറെ കളിച്ചിട്ടുണ്ട്. എൻ്റെ ഫാദർ തൃക്കേട്ടയാണ്, ഞാൻ തൃക്കേട്ടയാണ്, എൻ്റെ ബ്രദർ തൃക്കേട്ടയാണ്. എല്ലാം 3 കിടന്ന് കളിക്കുമ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു ന്യൂമറോളജിയാണ് ഇത് 3. ബട്ട് ഇറ്റ് ഹാസ് ബീൻ വെരി സക്സസ്ഫുൾ. ഇനി സിനിമയിലേക്ക് വന്നാൽ, റിയൽ എസ്റ്റേറ്റിൽ നിന്ന് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതും ഒരു പാഷനാണോ, അല്ല സൗഹൃദത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് പ്രൊഡ്യൂസറായിട്ട് മാറുന്നതാണോ? അല്ല, അത് ആക്ച്വലി എൻ്റെ ഒരു മാർക്കറ്റിംഗ് എൻജിനും കൂടിയാണ്. ഇപ്പോൾ നമുക്ക് മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ്, ഒരുപക്ഷെ ലാലേട്ടന് വെച്ച് ആദ്യം ചെയ്തൊരു ബിഗ് ബജറ്റ് മൂവിയാണ് കോൺഫിഡന്റ് കാസനോവ. അതെ, സത്യമാണ്. അപ്പോൾ അത് ഐ യൂസ് ഇറ്റ് ആസ് എ ബ്രാൻഡിങ് മെക്കാനിസം ആൻഡ് ഐ യൂസ് ഇറ്റ് ആസ് ടു എല്ലാത്തിലൂടെയും നമ്മൾ കോൺഫിഡന്റ് കയറ്റുന്നത്. ഇപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പല പ്രാവശ്യം അത് കാണും. സോ വി യൂസ് ദാറ്റ് ആസ് എ ബ്രാൻഡിങ് ബഡ്ജറ്റ്. ഇപ്പോൾ ഞാൻ ഐഡന്റിറ്റി ഞാനാണ് ചെയ്തത് ടോവിനോടെ. അതിൽ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 20 crores, 20 കോടിയാണ്. അപ്പം ഞാൻ 1-to-1 കാൽക്കുലേഷൻ ചെയ്യുന്ന ആളല്ല. അപ്പം ഞാൻ എൻ്റെ സർജാപൂരിലത്തെ 2 acre ലാൻഡ് വിറ്റ് എനിക്ക് 24 കോടി കിട്ടും. എൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഓൺലി 12 lakhs. അതെ, ആ ഒരു കാൽക്കുലേഷൻ്റെ ആളാണ് ഞാൻ. എല്ലാം ലാൻഡിലേക്ക് കൺവേർട്ട് ചെയ്യും എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. ആൻഡ് എനിക്ക് ഒരു മേജർ ലോസും ഒന്നും ഉണ്ടായിട്ടില്ല സിനിമയിൽ, ഉണ്ടായിട്ടില്ല. സോ മേജർ ലോസ് ഉണ്ടായിട്ടില്ല. സോ ബട്ട് വെൻ ഐ കൺവേർട്ട് എവറിത്തിങ് ഇൻ ടു ദ ലാൻഡ് കോമ്പണന്റ്, മൈ ഇൻവെസ്റ്റ്മെന്റ് ഇസ് ലോ. അല്ല, ഞാൻ പറഞ്ഞ ഈ സിനിമകൾ കണ്ടിട്ടാകുമ്പോൾ എനിക്ക് സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ് മാൻ ആണ്, പക്ഷേ സിനിമയിൽ അത് പരാജയപ്പെട്ടോ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. സിനിമ ഈസ് എ വെരി റിസ്കി ബിസിനസ്. അവിടെ വെറും സക്സസ് തേടി പോയാൽ മാത്രം നമുക്ക് സക്സസ് കിട്ടില്ല. ഇതൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പോലെയല്ല. ആ സത്യം അറിഞ്ഞ് ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് ചെയ്യും. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എ മണി മെക്കാനിസം. ഇപ്പം ഞാനൊരു പ്രൊഡ്യൂസർ ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ഫിലിംസ്, എൻ്റെ ലൈഫ് ഗെറ്റ്സ് ഇൻ ടു പ്രോബ്ലം. ആ സിനിമ റൺ ആയില്ലെങ്കിൽ. എനിക്ക് അങ്ങനെയല്ലല്ലോ. എനിക്ക് നല്ലൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ട്. ഇതൊരു പാഷന് വേണ്ടി ചെയ്യണേ. ആ പ്രോഡക്റ്റ് ഇസ് എ പാഷൻ പ്രോഡക്റ്റ് ആൻഡ് ഐ യൂസ് ഇറ്റ് ആസ് എ കോർപ്പറേറ്റ് ബ്രാൻഡിങ് ആൻഡ് പേഴ്സണൽ ബ്രാൻഡിങ്. ബിഗ് ബോസ് റണ്ണറപ്പിന് 10 ലക്ഷം രൂപ കൊടുക്കാനുണ്ടായ കാരണം എന്താണ്? അനീഷ് സാധാരണക്കാരൻ, ഒരു സാധാരണക്കാരന് എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആൾക്ക് നല്ലൊരു പ്രൈസ് കിട്ടി. അപ്പോൾ അനീഷാണ് സെക്കൻഡ് പ്രൈസ്. നമ്മളെല്ലാം സാധാരണക്കാരനല്ലേ. അപ്പോൾ അവൻ്റെ ഒരു റിക്വയർമെൻറ്റ് കണ്ട് അവനൊരു നല്ലൊരു ആൻഡ് ടു മോട്ടിവേറ്റ് എ സാധാരണക്കാരൻ ഐ ഗേവ് ദ 10 ലക്ഷം. ആൻഡ് ദാറ്റ് ഹാസ് ഹെൽപ്ഡ് ഹിം ഇൻ ഹിസ് റിക്വയർമെൻറ്റ്. അല്ല, അത് അനീഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്.
that has really helped him a lot. ഏത് അപ്പോൾ that is more from a compassion, and he was an extremely good contestant. അല്ലേ? So but they can be only number one, they can be only first prize. ഒരാൾക്ക് മാത്രമേ ഫസ്റ്റ് പ്രൈസ് കിട്ടുള്ളൂ. ആ ഒരു കൺസിഡറേഷൻ ചെയ്തൊരു ഇതാണത്. ആൻഡ് ഹി ഡിസേർവ്സ് ഇറ്റ്. ദാറ്റ് ബോയ് ഈസ് ഗുഡ്. അത്യാവശ്യം ജീവിത സാഹചര്യം, നല്ല ജീവിത സാഹചര്യമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ കാശ് കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? ഇപ്പം നാളെ ഞാൻ പ്ലെയിനിൽ ഫ്ലൈ ചെയ്യാണ്, ഫോർ എക്സാമ്പിൾ ടച്ച്വുഡ്, ദ ക്യാപ്റ്റൻ സേസ് ദാറ്റ് ഈ പ്ലെയിൻ ക്രാഷ് ആവുന്നു, ഞാൻ കരയില്ല, ഐ വിൽ നോട്ട് ഡു എനിത്തിങ്, ഞാൻ പങ്കുച്ച് കളിക്കും, ഐ വിൽ ബി വെരി ഹാപ്പി. സോ ഐ സേ ദാറ്റ് നമ്മളെല്ലാം ഈ ബക്കറ്റ് ലിസ്റ്റ് കേട്ടിട്ടുണ്ടോ? യുവർ വിഷസ്. എൻ്റെ എന്താണ് ഇനി ബക്കറ്റ് ലിസ്റ്റിലുള്ളത്? ഡ്രം ലിസ്റ്റ് വരെ കഴിഞ്ഞു, ഒന്നുമില്ല. For me life is a celebration. Yes. Every day I enjoy my life. ഞാൻ 12 മണി കഴിഞ്ഞ് ഉറങ്ങും, ബിക്കോസ് ഇന്നത്തെ ദിവസം ഇന്നേ കിട്ടും. സോ ഇന്ന് ഞാൻ സെൻഡ് ഓഫ് ചെയ്ത് നാളെ കണ്ട് ഞാൻ ഉറങ്ങാറുള്ളൂ. ഫോൺ, സ്വന്തം മൊബൈൽ ഒരു 10-20 വർഷത്തിലേറെയായിട്ട് സൈലന്റ് ആക്കി വെക്കുന്ന ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട്. അത് ഉള്ളതാണോ? അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുന്നത്, ഞാൻ HP വർക്ക് ചെയ്യുമ്പോൾ ഐ വെൻറ്റ് ടു മീറ്റ് ആൻ ഒഫീഷ്യൽ ഫോർ സം പർപ്പസ്. അപ്പോൾ അന്ന് പുള്ളിയുടെ കയ്യിൽ മൊബൈലില്ല. അപ്പോൾ പുള്ളി ലാൻഡ് ലൈനാണ്, ഒഫീഷ്യലാണ്, ബാംഗ്ലൂരിലാണ്. അപ്പോൾ പുള്ളി കിടന്ന് ആ മൊബൈല് ഫോണിൽ ബിസിയാണ് കിടന്ന്. ഞാൻ എൻ്റെ സമയം ചിലവാക്കി, എൻ്റെ വണ്ടിക്കൂലി ചിലവാക്കി പുള്ളിയുടെ മുന്നിലിരിക്കുകയാണ്. അപ്പോൾ പുള്ളി ഒരു കോൾ വരും, അടുത്ത കോൾ വരും, അടുത്ത കോൾ വരും. അവസാനം ഞാൻ പുള്ളിയോട് പറഞ്ഞു, നിങ്ങളോട് സംസാരിക്കുക ഇതല്ല, ഞാൻ പുറത്ത് പോയിട്ട് പബ്ലിക് ബൂത്ത് ഞാൻ വിളിക്കാം. അങ്ങനെ ഞാൻ ഇറങ്ങിപ്പോയി പബ്ലിക് ബൂത്ത് നിന്ന് വിളിച്ച് എൻ്റെ പണി നടത്തി. അപ്പം എനിക്കൊരു സത്യം മനസ്സിലായി, ദാറ്റ് നമ്മളെ കാണാൻ വരുമല്ലോ. ഇപ്പം നിങ്ങൾ ഇന്ന് വന്നു, നിങ്ങൾ നിങ്ങളുടെ സമയം ചിലവാക്കി, നിങ്ങളുടെ പൈസയും ചിലവാക്കി ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഐ ഷുഡ് ഗിവ് മോർ റെസ്പെക്ട് ടു യു, നോട്ട് ടു ദ മൊബൈൽ. ആരും ഒരാൾ പുള്ളിയുടെ സൗകര്യത്തിൽ ഇരുന്നിട്ട് എന്നെ വിളിക്കണേ. ഓക്കെ, സോ ഐ ടെൽ മൈ ടീം ഓൾസോ, ഇമ്പോർട്ടൻ്റ് എങ്കിൽ മെസ്സേജ് അയച്ചോളൂ, ഐ വിൽ ഗെറ്റ് ബാക്ക്. സോ ഐ വോണ്ട് ടു റെസ്പെക്ട് ദ പേഴ്സൺ ഹു ഈസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മീ, ഹു ഈസ് സ്പെൻഡ് ഹിസ് ടൈം, എനർജി, എഫേർട്ട്. ഇന്നത്തെ കാലത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ വന്നില്ലെങ്കിൽ പോലും രണ്ടാളെ കാണുമ്പോൾ ഇങ്ങനെ ചെവി പിടിച്ചിട്ട് എന്തോ സംസാരിച്ച് തിരക്കിലാണെന്ന് കാണിച്ച് നടക്കുന്ന സമയമാണ്. ഈ ഒരു സിസ്റ്റം തുടങ്ങിയ പിന്നെ എനിക്ക് കോൾസ് വരാറില്ല, ഉണ്ടെങ്കിൽ മെസ്സേജാ വരൂ. ഏതാണ്ട് 2 പതിറ്റാണ്ടോളം നീളുന്ന ബിസിനസ് ലൈഫ്, ഇത്രയേറെ വളർച്ചയുടെ ഉന്നതികൾ കയറുമ്പോഴും ഒരു സാധാരണക്കാരനെ പോലെ ഓപ്പോസിറ്റ് നിൽക്കുന്നവനെ മനസ്സിലാക്കാൻ കഴിയുന്നു, അവനോട് സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് താങ്കളുടെ ഏറ്റവും വലിയ വിജയരഹസ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപക്ഷെ പുതിയ ബിസിനസ് സംരംഭകർക്ക്, പുതിയ സംരംഭങ്ങളിലേക്ക് വരുന്നവർക്ക് മോട്ടിവേറ്റ് ചെയ്യും താങ്കളുടെ ഈ സംസാരം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതുപോലെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ഒരുപാട് വർഷം ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. മൈ പ്ലഷർ അരുൺ. യു വെർ വെരി ഗുഡ്, എന്താ പറയുക, വി ഹാഡ് എ വെരി ഗുഡ് പോഡ്കാസ്റ്റ്. So you're detailed, so you should continue this podcast with entrepreneurs and let it be a good message to youngsters. Yes. And through you let them grow.